ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ മോബ് ഫാമാണ് ബിൽഡ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്കാണ്ട് ഇവിടെയായിട്ട് ചെറിയൊരു ക്രോപ്പിൻ്റെ ഒരു ഫാം തുടങ്ങണം. അതല്ലാതെ പിന്നെ വേറെ കുറച്ച് ജോലികളുണ്ട്. എനിക്കൊരു സോമീനൊക്കെ വന്നപ്പം ക്യാരറ്റ് കിട്ടുക എന്ന് വെച്ചാൽ ബോൺ മീറ്റ് ഇത്ര ആക്കിയായിരുന്നു. പിന്നെ പൊട്ടറ്റോവും പിന്നെ കുറച്ച് സീഡും ഉണ്ട്. പിന്നെ വീറ്റ് അത് കയ്യിൽ നമുക്കപ്പം പോയി ഒരു ഹോയും കൂടെ എടുത്തിട്ട് വരാം. ഒരു ഗോൾഡൻ ഹോയിൽ നാളെ കിട്ടിയായിരുന്നു. അപ്പം അതും കൈ വെച്ചേക്കാം. നമുക്ക് ഇവിടെ ഇച്ചിരി വലുതാക്കി വെക്കാം. ഇവിടെ ഇച്ചിരി പ്ലാറ്റ്ഫോം ഇച്ചിരി വലുതാക്കി വെക്കാം. ഇച്ചിരി എളുപ്പമായിരിക്കും. ഇവിടെ മതിയാവും. നമുക്ക് ഹോ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ സൈഡിന് വെള്ളം ഒഴിക്കാം. ഇവിടെ ഒഴിക്കണം. ഈ കോർണറിൽ ഇവിടെ വരെ ചെയ്യാൻ പറ്റും. ഈ കോർണർ പിന്നെ ഈ ഒരു കോർണർ, ഇത്രയും കോർണറിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. ഇത് വേറൊരു റൂട്ട്സ്. വേറൊരു കോർണറിൽ നമുക്ക് വാട്ടർ ഒഴിക്കാം. ഒരു ബക്കറ്റും വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. ഷവരം വെക്കാം. കുറച്ച് വെള്ളം വെക്കാം. ഒരു ബക്കറ്റ് വെച്ചിട്ട് ഇവിടെ നിർത്താം. ഇത്രയും മതി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് സ്ഥലത്ത് ഈ ക്യാരറ്റ് വെക്കാം. ക്യാരറ്റ് ഇത്രയും കുറച്ച് ഇതെടുക്കുക. പൊട്ടറ്റോ എടുക്കുക. നമുക്ക് വീറ്റ് ഏറ്റാറ്റാണ് ഇവിടെ നട്ട് ഈ വെള്ളത്തിൽ വീട്ടിച്ച് വലുതായിട്ട് ഇടാം. പൊട്ടറ്റോയും ക്യാരറ്റും നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ടാക്കാം. നല്ല വേണ്ട. നമുക്ക് പൊട്ടറ്റോ ഒരു സൈഡിലോട്ട് വെക്കാം. പിന്നെ നമുക്കിതിന് ചുറ്റിനൊന്ന് ഫെൻസും കൂടെ വെക്കണം. പൊട്ടറ്റോ നമുക്ക് ഈ സൈഡിൽ നിന്ന് വെച്ച് വരാം. മിക്സ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്കത് ക്യാരറ്റ് മാത്രം ഒന്ന് ബോൺ മീറ്റ് ചെയ്യാം. കാരണം ക്യാരറ്റ് കുറച്ചേ ഉള്ളൂ. ഇത്ര വെച്ചേക്കാം. നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് ഒന്ന് ഫെൻസ് ചെയ്യാം. എൻ്റെ ഈ ടോർച്ച് ഇവിടെ നിന്ന് വെച്ചേക്കാം ഇവിടെ. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാങ്ക്സ് എടുത്തിട്ട് ടോർച്ച് വെക്കാം. അത് ഈ പ്ലാങ്ക്സ് ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കാം. അയ്യോ, ഇവിടെ ഇതായത് ഇല്ല. നേരോട്ട് വെച്ചിട്ട് ടോർച്ച് നമുക്ക് ഇതിന് ചുറ്റും ഇങ്ങനെ വെക്കാം. നമുക്ക് ഇതിന് പിന്നെ മറ്റേ ബ്രീഡറും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം.
പെൻസ് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം നമുക്ക് ഇതൊന്ന് അതിൻ്റെ കുറച്ച് എന്നിട്ട് ഞാൻ ഇവിടെ വെച്ചാക്കിയിരുന്ന ഒരു പോർക്കിരിപ്പുണ്ട്. നമുക്ക് ഈ വീറ്റും അതും കൂടെ ഇതിലോട്ട് വെച്ചാക്കാൻ ജസ്റ്റ് മൊത്തം ഫുള്ളാവാറായി. ഓയും കൂടെ വെച്ചാക്കാം. പിന്നെ നമുക്ക് അടുത്തത് നമ്മളെ മോബ് ഫാമിൽ പേര് മറന്നുപോയി. ഹോപ്പറില്ലേ, ഹോപ്പർ, അത് 4 എണ്ണമാണ്. ഇത് ചെയ്യണം. കുറച്ച് അയൺ ഇരിപ്പുണ്ട്. ഇത് മതിയാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഹോപ്പർ ചെസ്റ്റും കൂടെ ആണോ അല്ലേ? അപ്പം 4 ചെസ്റ്റ്. വുഡില്ല, വുഡ് കിട്ടിയിട്ട് വരാം. ആദ്യം പ്ലാങ്ക്സ് ആക്കാം. പിന്നെ മറ്റേ ഒരു ഷീപ്പിനൊക്കെ ഇടാൻ വേണ്ടി നമ്മളൊരു കൂട് കിട്ടിയില്ലായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു പിഗ് സ്പോണായി. പിന്നെ അതിന് ഒരു ക്യാരറ്റ് കൊടുത്തപ്പോൾ ക്യാരറ്റ് കൊടുത്ത് വെച്ചപ്പോൾ ഡീസ്പോൺ ആകത്തില്ല. ഒരു വട്ടം ക്യാരറ്റ് കൊടുത്ത് മറ്റേ ഫ്രണ്ട് ആക്കിയല്ലേ പിന്നെ ഡീസ്പോൺ ആകത്തില്ലല്ലോ. ഒരു വട്ടം ആക്കിയപ്പോൾ ഡീസ്പോൺ ആകത്തില്ല. ഹോപ്പർ 4 എണ്ണം, കറക്റ്റ് 4 എണ്ണം അത് 4 എണ്ണം ക്രാഫ്റ്റ് ചെയ്യുക. ഇനി അയൺ ഉണ്ടായിരുന്നു കയ്യിൽ, 5 അയണും കൂടെ ഉണ്ടായിരുന്നു. ഒരു കോപ്പർ കൂടെ ഉണ്ടാക്കാനുള്ള അയൺ ഉണ്ടായിരുന്നു കയ്യിൽ. ഇപ്പം മൈനിങ്ങിനാണ് നമ്മളതിനായിട്ട് വില്ലേജേഴ്സിനെ ക്യൂർ ചെയ്തെടുക്കണം. കാരണം ഒരു ഇതുണ്ടാക്കണ്ടേ നമ്മൾ, ഒരു അയൺ ഫാം, വില്ലേജർ ബ്രീഡറും. അതിനുവേണ്ടി ഒരു വില്ലേജർ വേണം. ഇവിടെ കുറേ ഇപ്പം മോബ് ഫാം നല്ല എഫിഷ്യൻസി ആയിട്ട് വർക്കാവുന്നുണ്ട്. ഇപ്പോൾ മുകളിലോട്ട് പില്ലർ ചെയ്യണം. ഇതിലൊക്കെ റെസ്റ്റുകളും കിട്ടും മറ്റേ വിച്ചിനെ കത്താൻ നേരത്ത്. നമുക്കൊന്ന് മുകളിലോട്ട് പോയിട്ട് പില്ലർ ചെയ്യാന്ന്. ബോട്ടിൽ കിട്ടി എനിക്ക്. ബോട്ടിൽ എന്തിനാണ് ഡ്രോപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ ഗൈസ്. നിങ്ങൾക്ക് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ബോട്ടിൽ ആരാണ് ഡ്രോപ്പ് ചെയ്യുന്നത് എനിക്കറിയണ്ട. ഒരു ബ്ലോക്ക് താഴോട്ട് പൊട്ടിക്കാം. ഇവിടെ ഇന്നങ്ങൾ ഒന്ന് ഇത് ചെയ്തായിരുന്നു, ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഷവല് വെക്കണം. ഇത് മാത്രമേ ഉള്ളൂ. ഇതിനാണ് കിടക്കുന്ന ബോയും കൂടെ എടുത്താക്കാം. ഇനി നമുക്ക് ഇത് മൊത്തം പൊട്ടിക്കണം. ആക്സ് നമുക്ക് ഇവിടെ നിന്നൊരു 2 ബ്ലോക്ക് വെച്ചേക്കാം. ഒരു ജസ്റ്റ് ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ പോകേണ്ടി വരും. നമുക്ക് ഇവിടെ ചുമ്മാ ഒരു ബ്ലോക്ക് വെച്ചേക്കാം. ജസ്റ്റ് ഇവിടെ വെച്ചാൽ വർക്കാവത്തില്ലല്ലോ. ജസ്റ്റ് അപ്പം തൊട്ട് താഴെ വെക്കണ്ടേ. അപ്പോൾ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് വെച്ചിട്ട് ഹോപ്പർ വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ. അപ്പം എന്തായാലും ഇവിടെ ഒന്ന് കുഴിക്കാം. കറക്റ്റ് 2 എണ്ണം വെച്ചേക്കാം. ഇത് 4 എണ്ണമല്ലേ. ഹോപ്പർ ഒന്ന് വെച്ചേക്കാം. ഹോപ്പർ ഇവിടെ വരണം, ഇവിടെ വരണം. നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതും കൂടെ ഇതിനെ കണക്ട് ചെയ്ത് ഇപ്പോൾ എല്ലാം അങ്ങോട്ടാണല്ലേ കണക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വന്ന് ഒരു ചെസ്റ്റ് എടുത്ത് വെച്ച് നോക്കാം. ഇപ്പം തൽക്കാലത്ത് നമുക്കൊരു ചെസ്റ്റ് വെക്കാം.
ആ പിഗ് ഒന്നും ഇതായി. ഇത് നാച്ചുറലായിട്ടൊരു ഒരു ബേബി പിഗിന് അവിടെ സ്പോൺ ആയിട്ടുണ്ട്. അപ്പം ഒരു പിഗിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇതിനെ തന്നെ ബ്രീഡ് ചോദിച്ചാൽ പൊട്ടിച്ച് അതാണ് തുറക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ വന്ന് വീഴും. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് രണ്ടെണ്ണം പിന്നെ മുകളിൽ ട്രാപ്പ് ഡോറും കൂടെ വെക്കാം. ഇനി മുഖത്ത് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് എല്ലാം വെച്ചിട്ടുണ്ടല്ലോ. ഇനി കുറച്ച് ഡയറക്റ്റ് എടുത്ത് മുകളിലോട്ട് പോയി മറ്റേ ബ്രേക്ക് ചെയ്യുക. എല്ലാവരും കുറേ പേര് പാട്ട് ഒന്ന് നോക്കാം. ഒന്ന് താഴ്ത്ത് വരുന്നത് ഇത് പണി കഴിഞ്ഞിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? അത് ക്ലോസ് ചെയ്തോട്ടെ. അപ്പോൾ ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ പോർട്ടലും കൂടെ ഒന്ന് ശരിയാക്കാം. കാരണം ആ പോർട്ടലേ നമുക്ക് എപ്പം തന്നെ ശരിയാക്കാൻ പറ്റും. എനിക്കിന്ന് ഒരു ഡയമണ്ട് ഇട്ടിരുന്ന 4 അപ്പം അതിൽ 3 എടുത്ത് നമുക്കൊരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഇതില്ല ഗൈസ്, ഇതില്ല സ്റ്റിക്ക്. ഡയമണ്ട് പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ആയില്ലല്ലോ, നൈറ്റ് ആവുന്നുണ്ട്. നമുക്ക് നൈറ്റ് കഴിഞ്ഞിട്ട് പോവാം. നമുക്ക് പെട്ടെന്ന് പോയി മറ്റേ പോർട്ടലിൻ്റെ പണിയോടെ കഴിക്കാം. ഇങ്ങനെ വെച്ചിരുന്നാലും മതി എന്ന് തോന്നുന്നു. എനിക്ക് കയറി വരാൻ പറ്റത്തില്ല, ഫുൾ ബ്ലോക്ക് ഇല്ലല്ലോ. അതിനകത്ത് വളർത്ത മതിയിട്ടുണ്ട് മോബ്സ്. മുകളിൽ സ്പൈഡർ ഒരുപാട് സ്പോൺ ആയോ എന്നൊരു ഡൗട്ടാണ്. നമുക്ക് ഒന്നും കൂടി മോബ് ഫാമിൻ്റെ അകത്തോട്ട് പോകണം. അതിൻ്റെ അകത്ത് ഇത് സ്പൈഡർ സ്പോൺ ആയാലേ ഞാൻ പറഞ്ഞത് കൊണ്ട് നമുക്കിവിടെ 3 എണ്ണത്തിൻ്റെ ഇതേ ഉള്ളു. അപ്പം നമുക്ക് ഒരു ക്രൈം ഒബ്സിഡിയനും കൂടെ പൊട്ടിച്ചെടുത്ത്, ക്രൈം ഒബ്സിഡിയനാണെന്ന് തോന്നുന്നു. ക്രൈം ഒബ്സിഡിയൻ ഈ കോർണർ ഇരിക്കുന്ന ഈ 3 ഒബ്സിഡിയനും കൂടെ എടുക്കണം. ഈ കോർണറിൽ ഒബ്സിഡിയൻ അടിയിൽ ലാവയാണെങ്കിൽ ഒരു ഡയമണ്ടിൻ്റെ പിക്കാക്സ് എല്ലാം എല്ലാ കാര്യമുണ്ട്. ഈ ഒബ്സിഡിയൻ വാശാക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വിടാറുണ്ട്. പിന്നെ ഈ കോർണർ ഏറ്റവും ആ കോർണറിൽ നിന്ന് വിടണം. അയ്യോ പോകുന്നില്ലല്ലോ, കോർണറിൽ തന്നെ തോന്നി ബ്രേക്കാണ്. അല്ല ഗൈസ്, എന്തായാലും നമുക്കത് പൊട്ടിച്ചെടുക്കാം. അപ്പം നമുക്ക് പോർട്ടലും റെഡിയാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളൊന്നി ഒരു മറ്റേ സോംബിഫൈഡ് ഒരു വില്ലേജറിനെയും എങ്ങനെയും കളക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പോർട്ടലിൽ പോയിട്ട് നമുക്ക് പോർട്ടൽ വഴി പോയിട്ട് ഈ മറ്റേ സ്ഥലപ്പേരാണ് നെതറിൽ പോയിട്ട് നെതറിൽ നിന്ന് ഒരു ബ്ലേസ് റോഡും കൊണ്ടുവന്ന് അത് ഫോട്ടോസ് കണ്ടുപിടിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ബ്ലേസ് റോഡും കൊണ്ടുവന്ന് മറ്റേ ഈ സോംബിഫൈഡ് ഇത് പേര് മറന്നുപോയി, സോംബി വില്ലേജറില്ലേ, അതിനെ നമുക്ക് ക്യൂർ ചെയ്തെടുക്കാമല്ലോ.
ഗോൾഡൻ ആപ്പിൾ വേണം. ഗോൾഡ് നമുക്ക് നെതറിൽ നിന്ന് ഈസിയായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ശരി, അപ്പുറത്ത് കിടക്കുന്നു. അതും കൂടെ കളക്ട് ചെയ്താൽ ഇന്നത്തെ പണി മൊത്തം കഴിയും. ഇവിടെയും വെച്ച് ഇവിടെയും കളയാം. ഫുള്ള് കഴിഞ്ഞില്ല, ഇനി ഇവിടെയും കൂടെ വെച്ചാൽ പോരും. ലൈറ്റ് ബാക്കിയെല്ലാം നമുക്ക് നാളെ ചെയ്യാം. കുറച്ച് ലഗ്തിയായിട്ടുണ്ട്. അപ്പം ബാക്കിയെല്ലാം നമുക്ക് നാളെ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നാളത്തെ വീഡിയോയ്ക്ക് എല്ലാവരും വരണം. നാളെ തന്നെ ഇടാൻ പറ്റത്തില്ല, 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ തന്നെ ഇടാൻ പറ്റത്തുള്ളൂ. കാരണം ഈ റെക്കോർഡ് ചെയ്യാനൊക്കെ സമയം കുറച്ച് കിട്ടത്തുള്ളൂ. അപ്പം നാളെ എന്തായാലും നമ്മൾ നെതറിൽ പോയിരിക്കും. പിന്നെ ഒരു വില്ലേജറിനെ ഒപ്പിച്ചിരിക്കും, സോംബി വില്ലേജറിനെ. അപ്പം അടുത്തുള്ള വീഡിയോ എന്തായാലും ക്യൂർ ചെയ്തൊരു അയൺ ഫാമും മറ്റേ വില്ലേജർ ബ്രീഡർ എല്ലാം ഉണ്ടാക്കും. അപ്പം ടാറ്റാ ബൈ ബൈ.